അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹാബത്തിഹി അജ്മഈൻ, അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ച് ജീവിക്കണേ എന്ന് ആമുഖമായി സ്വന്തത്തോടും പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 64-ാമത്തെ വചനം വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ബനു ഇസ്രായേല്യർ അവർക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളും തിരിച്ചവർ അള്ളാഹുവിനോട് എടുത്ത സമീപനം, നന്ദികേടിൻ്റെ സമീപനവുമാണ് നമ്മൾ വ്യത്യസ്ത സംഭവങ്ങളിലൂടെ വിശദീകരിച്ചത്. ഇന്ന് നമുക്ക് 65-ാമത്തെ വചനത്തിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. 65 മുതലുള്ള വചനങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് അലിംതുമുൽ ലദീന അഅ്തദൗ മിൻകും ഫിസ്സബ്തി ഫഖുൽനാ ലഹും കൂനൂ ഖിറദതൻ ഖാസിഈൻ فجعلناها نكالا لما بين يديها وما خلفها وموعظة للمتقين. ولقد علمتم. വലഖദ്, ഖദ്, ലഖദ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാര്യത്തെ തീർച്ചപ്പെടുത്താൻ വേണ്ടി പറയാം, തീർച്ചയായും എന്ന് പറയാനാണ്. അപ്പോൾ ഇവിടെ ലഖദ് ഒരു ലാമും കൂടി വന്നു, ഖദിൻ്റെ മുമ്പിൽ ഒരു ലാമും വന്നു. അപ്പോൾ ഒന്നുകൂടി ഉറപ്പിച്ച് പറയാം, തീർച്ചയായും. അലിംതും, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അലിമ യഅലമു എന്നൊക്കെ പറഞ്ഞാൽ അറിഞ്ഞു എന്നാണ് അർത്ഥം. അലിമ, അറിഞ്ഞു. അലിംതും, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, തീർച്ചയായും, ഉറപ്പായും. അപ്പോൾ ആരാണ് ഈ നിങ്ങളെന്ന് പറഞ്ഞാൽ? ഈ സൂറത്ത് അവതരിക്കുന്നത് എവിടെയാണ്? മദീന കാലഘട്ടത്തിലാണ്. മദീന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിസംബോധിതരാരുണ്ട്? ജൂതന്മാരുണ്ട്. ഒരു നല്ലൊരു ശതമാനം ആളുകൾ ആരാണ്? ജൂതന്മാരാണ്. അപ്പോൾ ആ ജൂതന്മാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? അറിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ സൂറത്തിൽ ബനു ഇസ്രായേലുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളെയും ചെറിയ രൂപത്തിൽ ചുരുക്കിയാണ് വിശദീകരിച്ചിട്ടുള്ളത്. എന്നാൽ മക്ക കാലഘട്ടത്തിൽ അവതരിച്ച സൂറത്തുകളിൽ ഈ ബനു ഇസ്രായേലിനെ പറ്റി വളരെ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. അതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, മക്കയിൽ ജൂതന്മാർ, വേദം നൽകപ്പെട്ടവൾ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേദം നൽകപ്പെട്ടവരുടെ വേദങ്ങളിൽ പറയപ്പെട്ട കാര്യങ്ങളെ വളരെ വിശദമായി മക്ക കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവതരിപ്പിക്കുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാകും, ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും ഒരാടെടുക്കൽ നിന്ന് കോപ്പി അടിച്ചതല്ല. കാരണം മക്ക കാലഘട്ടത്തിൽ ആരില്ല? ആ നാട്ടിൽ ഖുറൈശികളല്ലാതെ വേദക്കാരില്ല, ജൂതന്മാരും ക്രിസ്ത്യാനികളുമില്ല, വളരെ കുറവായിരിക്കും. അപ്പോൾ ഒരിക്കലും അവരിൽ നിന്ന് പ്രവാചകന് ഇത് കടമെടുക്കാൻ കഴിയില്ല. മാത്രമല്ല, അത് വളരെ സവിസ്തരം വിശദീകരിച്ചിട്ടുണ്ട് സൂറത്തുൽ അഅറാഫ് പോലുള്ള സൂറത്തുകളിലൊക്കെ. എന്നാൽ നേരെ മദീനയിലേക്ക് എത്തുമ്പോഴോ സൂറത്തുൽ ബഖറയിലൂടെ ഓരോ കാര്യങ്ങളും സൂചനാത്മകമായി കൊടുത്തു പോവുകയാണ്. കാരണം ഇത് സൂചിപ്പിച്ചാൽ മതി, ജൂതന്മാർക്ക് ഇത് ബാക്കി പൂരിപ്പിക്കാൻ പറ്റും. അവർക്ക് സൂചന കൊടുത്താൽ മതി. ഓരോ കാര്യത്തെപ്പറ്റിയും വ്യംഗ്യമായ സൂചന കൊടുത്താൽ തന്നെ അവർക്ക് മനസ്സിലാവും, ഇത് ഇന്ന വിഷയമാണ്, ഇത് നമ്മുടെ വേദത്തിൽ പറഞ്ഞതാണ്, തൗറാത്തിൽ പറഞ്ഞതാണ്, ഇഞ്ചീലിൽ പറഞ്ഞതാണ്, ഇത് നമ്മുടെ പൂർവികർ അനുഭവിച്ചതാണ് എന്നവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഈ സൂറത്തുൽ ബഖറയിലെ ഓരോ കാര്യങ്ങളും 2 ആയത്തിലോ 3 ആയത്തിലോ വളരെ സംക്ഷിപ്തമായിട്ടാണ് ഓരോ സംഭവങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ
മറ്റു സൂറത്തുകളിലോ വളരെ സവിസ്തരം വിശദീകരിച്ചിട്ടുമുണ്ട്. അതാകട്ടെ മക്ക കാലഘട്ടത്തിൽ അവതരിക്കപ്പെട്ട സൂറത്തുമാണ്. ചില ആളുകളൊക്കെ പറയാറുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മദീന കാലഘട്ടത്തിൽ വന്നപ്പോൾ ഈ വേദക്കാരുമായി ഇടപഴകിയപ്പോഴാണ് പല കാര്യങ്ങളെപ്പറ്റിയും പ്രവാചകൻ എന്ത് ചെയ്തത്, കൂടുതൽ ബോധ്യപ്പെട്ടത് എന്ന ചില അഭിപ്രായങ്ങൾ പറയാറുണ്ട്. തെറ്റാണ്. കാരണം ഈ വേദക്കാരുമായി പ്രവാചകന് കൂടിക്കലരേണ്ട യാതൊരു ആവശ്യവുമില്ല ഒരു കാര്യത്തിൽ വ്യക്തത വരാൻ. കാരണം അവരറിഞ്ഞതിനേക്കാൾ വ്യക്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. വല്ലാഹു തആല അലം. അപ്പം നോക്കൂ, വലഖദ് അലിംതും, തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, അല്ലദീന ഇഅ്തദൗ, അതിക്രമം പ്രവർത്തിച്ചവരെ പറ്റി. ഇഅ്തദി എന്ന് പറഞ്ഞാൽ അതിക്രമം കാണിക്കുക. മിൻകും, നിങ്ങളിൽ നിന്ന് അതിക്രമം പ്രവർത്തിച്ചവരെ പറ്റി തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് അവർ അതിക്രമം പ്രവർത്തിച്ചത്? ഫിസ്സബ്ത്, സബ്ത്തിലാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക സംഭവത്തെപ്പറ്റി സൂചിപ്പിക്കുകയാണ്. ശബ്ബത്ത് ദിവസത്തിൽ, യൗമുസ്സബ്ത്തിൽ, ശനിയാഴ്ച ദിവസത്തിൽ നിങ്ങളിൽ നിന്ന് അതിക്രമം പ്രവർത്തിച്ചവരെ പറ്റി തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഫഖുൽന, അവരതിക്രമം പ്രവർത്തിച്ചപ്പോൾ നാം അവരോട് പറഞ്ഞു, ലഹും കൂനൂ ഖിറദതൻ ഖാസിഈൻ, തീർച്ചയായും നിങ്ങൾ ആരാകണം, നിങ്ങൾ നിന്യന്മാരായ കുരങ്ങുകളായിക്കോളൂ എന്ന് അള്ളാഹു അവരോട് പറഞ്ഞു. അവരതിക്രമം പ്രവർത്തിച്ചു, ഉടനടി അള്ളാഹു അവർക്ക് എന്തു കൊടുത്തു? ശിക്ഷ കൊടുത്തു. അപ്പോൾ എന്താണ് ഈ യൗമുസ്സബ്ത് എന്ന് പറഞ്ഞാൽ? എന്താണ് ആ ദിവസം, അല്ലെങ്കിൽ ആ ദിവസം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നമുക്ക് വളരെ വിശദമായി തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സൂറത്തുൽ അഅറാഫിൻ്റെ 163 മുതൽ 167 വരെയുള്ള ആയത്തുകൾ നിങ്ങൾ പരിശോധിച്ചാൽ ഈ വിഷയം വളരെ വിശദമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. നമുക്കറിയാം, യൗമുസ്സബ്ത്, ശനിയാഴ്ച ദിവസം യഹൂദികളുടെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചിരുന്ന ഒരു ദിവസമാണ്. ഏതുപോലെ? വിശ്വാസികൾക്ക് യൗമുൽ ജുമുഅ പോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, യൗമുൽ ജുമുഅയാണ് യഹൂദികൾക്കും അള്ളാഹു നിശ്ചയിച്ചത്, ക്രിസ്ത്യാനികൾക്കും അള്ളാഹു നിശ്ചയിച്ചത്. പക്ഷേ അതവർ മാറ്റിമറിച്ചു. ആ ഒരു കാര്യത്തിലേക്ക് അള്ളാഹു നമ്മളെ അനുഗ്രഹിച്ചു, നമ്മളതിൽ നിലകൊണ്ടു എന്ന് ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ യൗമുൽ ജുമുഅയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ വേദം നൽകപ്പെട്ട ആളുകൾക്കും അള്ളാഹു എന്ത് ചെയ്തത്? കർമ്മങ്ങൾ ചെയ്യാൻ നിശ്ചയിച്ചു കൊടുത്തത്. അത് മാറ്റിയതാരാണ്? ആ സമൂഹമാണ്. ക്രിസ്ത്യാനികൾ എന്ത് ചെയ്തു? ഞായറാഴ്ചത്തേക്ക് മാറ്റി. ജൂതന്മാർ ശനിയാഴ്ചയും വെച്ചു. അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം അന്ന് മതം ശറആക്കിയ ഒരു കാര്യമാണ്. അന്ന് എന്ത് ചെയ്യാൻ പാടില്ല, അന്ന് വേറെ കച്ചവട കാര്യത്തിനോ ഇടപാടുകൾക്കോ ഭൗതിക കാര്യങ്ങൾക്കോ പോകാൻ പാടില്ല. പ്രത്യേകമായി ഇബാദത്തിൽ എന്ത് ചെയ്യണം? ഏർപ്പെടണം. നമുക്കറിയാം, ജുമുഅ ദിവസം എന്ത് ചെയ്യാൻ പാടില്ല? ആ ജുമുഅയുടെ സമയത്ത് കച്ചവടം ഹറാമാണ്, കച്ചവടം ചെയ്യാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി ഫി യൗമിൽ ജുമുഅ, ജുമുഅയിലേക്ക് നിങ്ങൾ വിളിക്കപ്പെട്ടാൽ ഫസ്ഔ ഇലാ ദിക്രില്ല വദറുൽ ബൈഅ, നിങ്ങൾ ബൈഅ ഒഴിവാക്കണം. കച്ചവടം, ഇടപാടുകൾ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അപ്പോൾ ജുമുഅയുടെ സമയത്ത് ഒരു കച്ചവടം ചെയ്യൽ എന്താണ്? ഹറാമാണ്. കടയിൽ പണിക്കാരെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റുമോ? പറ്റൂല. കടയിൽ കുറച്ച് പണിക്കാരൊക്കെ നിർത്തിയിട്ട് ഞാൻ പള്ളിയിൽ പോയിട്ട് വരാം, പറ്റൂല. ആ കച്ചവടം, നമ്മൾ ആ സമയത്ത് സമ്പാദിക്കുന്ന പൈസ ഹറാമാണ്. അതുകൊണ്ടാണ് കട അടച്ചിടൽ ചെയ്യുക. കടകളൊക്കെ അടച്ചിടുന്നതിൻ്റെ കാരണം അതാണ്. കാരണം ആ സമയത്ത് കച്ചവടത്തിന് പണികാരെ നിർത്തിയിട്ട് പോലും കച്ചവടം ചെയ്യാൻ പാടില്ല. അതിൻ്റെ കാരണം എന്താ? അത് നമുക്ക് യൗമുസ്സബ്ത്തിൻ്റെ ആളുകൾ, ശബ്ബത്ത് ദിവസത്തിൻ്റെ ആളുകളെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅറാഫിൽ അത് വിശദീകരിക്കുന്നുണ്ട്. വസ്അൽഹും അനിൽ ഖറിയത്തില്ലത്തി കാനത്ത് ഹാദിറത്തൽ ബഹർ, വസ്അൽഹും, താങ്കൾ അവരോട് ചോദിക്കൂ, അനിൽ ഖറിയത്ത്, ഒരു പട്ടണക്കാരെ പറ്റി, അല്ലത്തി കാനത്ത് ഹാദിറത്തൽ ബഹർ, അവർ കടലിൻ്റെ തീരത്തുള്ളവരായിരുന്നു. അതായത് തഫ്സീറിൽ, ഇബ്നു കസീറിൻ്റെ തഫ്സീറിൽ കാണാൻ പറ്റും, ഐലത്ത് എന്ന് അന്ന് പറയപ്പെട്ട, ഇന്ന് അഖബ എന്ന് വിളിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത്, സമുദ്രത്തിനോട് ചേർന്നിട്ടുള്ള ഒരു നാട്ടിൽ ജീവിച്ചവരാണ് ആര്? ഈ ആളുകൾ. ഇപ്പോൾ ബനു ഇസ്രായേലിയരായ ആളുകൾ കടൽ കടന്ന് അപ്പുറത്ത് പോയതിന് ശേഷം ആ കടലിനോട് ചേർന്നുകൊണ്ടാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്? ജീവിച്ചിട്ടുള്ളത്. അതിലൊരു വിഭാഗം, ബനു ഇസ്രായേലിലെ ഒരു വിഭാഗം
കടൽ തീരത്തായിരുന്നു എന്നാണ്. ഹാദിറത്തൽ ബഹർ എന്നാണ് ഖുർആൻ പറഞ്ഞത്, കടലിൻ്റെ അടുത്തുള്ള ആളുകൾ. ഇത് യഅ്ദൂന ഫിസ്സബ്ത്, അവരോട് ശനിയാഴ്ച ദിവസത്തെപ്പറ്റി അള്ളാഹു എന്ത് ചെയ്തു? പ്രത്യേകം ഒരു കരാറൊക്കെ വാങ്ങി. ഇത് തഅ്തീഹിം ഹിതാനുഹും യൗമ സബ്തിഹിം ശുർറഅൻ വയൗമ ലാ യസ്ബിതൂന ലാ തഅ്തീഹിം. ശനിയാഴ്ച ദിവസം അവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇന്ന് മീൻ പിടിക്കാൻ പോകാൻ പാടില്ല. കാരണം കടൽ തീരത്തുള്ളവരുടെ പ്രധാന പണി എന്താണ്? മീൻപിടുത്താണ്. അവരോട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത്, ശനിയാഴ്ച ദിവസം നിങ്ങൾ മീൻ പിടിക്കാൻ പോകരുത്, അന്നത്തെ ദിവസം നിങ്ങൾ ആരാധനകളിൽ മുഴുകണം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെങ്ങനെ പരിശീലിച്ചാൽ, ഈ ശനിയാഴ്ചയാണ് മീനുകൾ വെള്ളത്തിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, ഇങ്ങനെ വന്നു നിൽക്കും. നമ്മൾ പറയൂലേ ചാകര എന്ന് പറയും. എന്താ ചാകര എന്ന് പറഞ്ഞാൽ, ചില സമയത്ത് ചാളയുടെയോ അയിലയുടെ ഒക്കെ മീനുകൾ ഇങ്ങനെ കൂട്ടമായിട്ട് ചില സമയത്ത് വരും. അപ്പോൾ ആളുകൾ ഓടു പിടിക്കാൻ വേണ്ടി. ഇത് വരുന്നത് ശനിയാഴ്ചയാണ്. ഇത് വരുന്ന ദിവസം ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ദിവസം അള്ളാഹ് എന്താ പറഞ്ഞത്? നിങ്ങൾ ആ സമയത്ത് മീൻ പിടിക്കാൻ പോകരുത്. അപ്പോൾ ഇവർക്കാണെങ്കിലോ, ഇവർക്കിത് മീനെ കണ്ടിട്ട് ഇവർക്ക് സഹിക്കാനും പറ്റുന്നില്ല. തൗറാത്തിൽ പറഞ്ഞ ഈ ഒരു ശറഅക്കപ്പെട്ട നിയമം എതിർക്കാനും പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മീനുകളെ അവരുടെ മുന്നിൽ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയത് അള്ളാഹുവാണ്. എന്തിന്? കദാലിക നബ്ലൂഹും ബിമാ കാനൂ യഫ്സുഖൂൻ. അള്ളാഹു ആ ഫാസിക്കുകളായ ആളുകൾ പ്രവർത്തിച്ചതിനെ തൊട്ട് അള്ളാഹ് അവരെന്ത് ചെയ്യാണ്? പരീക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് നിർത്തിയതാണ്. ഇവർ ഈ സമയത്ത് ഇത് കണ്ടിട്ട്, നമ്മൾ പറയില്ല വെള്ളിയാഴ്ച ഭയങ്കര തിരക്കാണ് എന്ന് വിചാരിക്കുക. ആ തിരക്കിൻ്റെ സമയത്തായി ഇന്നത്തെ തിരക്ക് ഒഴിവാക്കാൻ പറ്റൂല, ആളുകളൊക്കെ നിർത്തിയിട്ട് ഞാൻ പള്ളിയിൽ പോവാം, അവരിവിടെ പരിപാടി നടക്കട്ടെ എന്ന് വിചാരിച്ചാലോ? പറ്റൂല. അതാ പറഞ്ഞ, അന്നത്തെ ദിവസം എത്ര വലിയ തിരക്കുള്ള ദിവസമാണ്, മാർക്കറ്റാണെന്ന് പറഞ്ഞാലും വെള്ളിയാഴ്ച നമുക്ക് കച്ചവടം ചെയ്യൽ ഹറാമാണ്. ഏതുപോലെ ശനിയാഴ്ച നല്ല ചാകര വരുന്ന സമയത്ത് യൗമു സബ്തിൻ്റെ ആളുകൾ എന്ത് ചെയ്യും? ഇത് കണ്ട് സഹിക്കാൻ കഴിയാതെ അവർ നേരെ മീൻ പിടിക്കാനൊന്നും പോകില്ല. അവരെന്താ ചെയ്യുന്നറിയോ? അവരതിനൊരു സൂത്രപ്പണി കണ്ടു. അതായത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അത് വിശദീകരിക്കുന്നുണ്ട്. അവരതിൻ്റെ ചുറ്റുവട്ടത്തും ചെറിയ ബിക്രകൾ, ബിക്ര എന്ന് പറഞ്ഞാൽ ചെറിയ എന്താ പറയുക, സ്വിമ്മിംഗ് പൂളിനൊക്കെ പറയണതാണ്. അപ്പോൾ അതേപോലെ ചെറിയ ചെറിയ കുഴികളൊക്കെ എടുത്ത് അവരെന്ത് ചെയ്തു? അവർ കടൽ തീരത്തിനോടടുത്ത് ചെറിയ കുഴികൾ ഉണ്ടാക്കി. ആ കുഴികൾ നേരെ കടലിൽ നിന്നൊരു ചാൽ എന്ത് ചെയ്യാണ്? ഈ കുഴിയിലേക്ക് ഇട്ടു. കടൽ തീരത്തുനിന്ന് വെള്ളം അടിച്ചു കയറുമ്പോൾ ആ മീനുകൾ എത്താൻ വേണ്ടി ഒരു ചാലിട്ടുകൊണ്ട് കുറേ കുഴികൾ അവരുണ്ടാക്കി വെച്ചു. അവരന്ന് മീൻ പിടിക്കാൻ പോയിട്ടില്ല, കുഴികളുണ്ടാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കാൻ, കെണികളുണ്ടാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? ആ മീനുകൾ അതിലേക്ക് വരുമ്പോൾ ഇവർ ഈ കുഴിയുടെ എന്തു ചെയ്യും? ആ മുഖം അങ്ങ് എന്ത് ചെയ്യും? അടച്ച് ക്ലോസ് ചെയ്യും. എന്നിട്ട് രാത്രി ശബ്ബത്ത് ദിവസമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എന്തു ചെയ്യും? ഇവർ മീൻ പിടിക്കും. അന്നത്തെ ദിവസം ഇല്ല, ആ ആരാധനയെ കഴിഞ്ഞ് വന്നിട്ട് ഇവർ മീൻ പിടിക്കും. ഫലത്തിൽ ഇവർ ശനിയാഴ്ച മീൻ പിടിച്ചിട്ടില്ല. പക്ഷേ ശനിയാഴ്ച മീൻ പിടിച്ചോ എന്ന് ചോദിച്ചാൽ പിടിച്ചിട്ടുണ്ട്. കാഴ്ചക്കാരിൽ എന്താ പറയുക? അവൻ കച്ചവടം ചെയ്തിട്ടില്ല, അവന് ആ സമയത്തൊന്നും ഇടപാട് നടത്തിയിട്ടില്ല എന്ന് പറയും. പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട്? ചെയ്തിട്ടുണ്ട്. ഏതുപോലെ അള്ളാഹു ഒരു നിയമം വെക്കുമ്പോൾ ആ നിയമത്തിനൊരു യുക്തിയുണ്ട്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല യൗമു സബ്തിൽ നിങ്ങളത് ചെയ്യരുതെന്ന് പറയുമ്പോൾ അള്ളാഹു ആ നിയമത്തിൽ കാണുന്ന യുക്തി എന്താണ്? അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് ഇവർ വിധേയമാകുമോ? അള്ളാഹിൻ്റെ കൽപ്പന ഇവർ അനുസരിക്കുമോ? ഭൗതികമായ പല പ്രലോഭനങ്ങൾ അവർക്കുണ്ടാവും, എന്നിട്ടും അവർ അള്ളാഹിൻ്റെ നിയമം അനുസരിക്കുമോ എന്ന് അവരെ ടെസ്റ്റ് ചെയ്യാണ് അള്ളാഹു. ഈ ടെസ്റ്റിനെ ഇവരെന്ത് ചെയ്യാണ്? മറികടക്കാൻ അള്ളാഹിൻ്റെ നിയമത്തിൻ്റെ യുക്തിയെ ഇവർ ചോദ്യം ചെയ്യുകയാണ്, പരിഹസിക്കുകയാണ്. അതാണ് ചില ആളുകൾ, നമ്മളിപ്പോൾ പള്ളിയിലിരുന്നിട്ട് ജുമാടെ ദിവസം പള്ളിയിലിരുന്നിട്ട് ഓൺലൈൻ ബിസിനസ് നടത്താൻ പറ്റുമോ? കടയൊന്നും ഞാൻ തുറന്നിട്ടില്ല, ഞാൻ ഇങ്ങനെ ഫോണിൽ കുറച്ച് മെസ്സേജ് വന്നപ്പോൾ ഒന്ന് അടിച്ചു കൊടുത്തു. പറ്റുമോ? പറ്റൂല. ഓൺലൈൻ ബിസിനസ്സും പറ്റൂല, ഒരു ബിസിനസ്സും ജുമാടെ സമയത്ത് നമുക്ക് പറ്റൂല. ആ ഒരു ടൈമിലേ നിങ്ങൾക്ക് നമുക്ക് ഹറാമാക്കിയിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ അല്ലാഹ് എന്താ പറഞ്ഞത്? ഫന്തശിറൂ ഫിൽ അർള് വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ് വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. ആ ജുമ കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിലേക്ക് പൊക്കോളി, എന്നിട്ട് അള്ളാഹിൻ്റെ ഫദ്ല് നിങ്ങൾ തേടിക്കോളി, അള്ളാഹുവിനെ ഓർക്കുകയും ചെയ്യണം, നിങ്ങൾ
ആരാകും? വിജയിക്കുന്നവരാകും. അപ്പോൾ ഇവരോട് ശനിയാഴ്ച ദിവസം മാത്രമേ അള്ളാഹ് പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ മീൻ പിടിക്കരുതെന്ന്. ആ ശനിയാഴ്ച ദിവസം അവർ കെണിയുണ്ടാക്കി ആ മീനിനെ അവർ കൃത്യമായി പിടിച്ചു. എന്ത് ചെയ്തു? മൂസാ നബിയെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുയായികളെ, കൂട്ടത്തിലുള്ള സത്യവിശ്വാസികളായ ആളുകളെ പറ്റിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു? ഞങ്ങൾ മീനൊന്നും പിടിച്ചിട്ടില്ല, ഞങ്ങളൊരു കുഴിയുണ്ടാക്കി അതിലേക്ക് സംഭവം ഒന്ന് വീണതാണെന്ന് വരുത്തി തീർത്തു. ഇതവർക്ക് ഭയങ്കര വലിയ ശിക്ഷ കിട്ടാൻ കാരണമായി. മാത്രമല്ല, ഇതിവർ ചെയ്യണ സമയത്ത് കുറച്ചാളുകൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പണിയൊന്നും ചെയ്യല്ലേ, ഇത് അള്ളാഹു വിരോധിച്ച കാര്യമാണ്, ഇത് ചെയ്യരുത് എന്നൊരു വിഭാഗം ആളുകൾ പറഞ്ഞു. അതും സൂറത്തുൽ അറാഫിൽ പറയുന്നുണ്ട്, വഇദ് ഖാലത് ഉമ്മത്തും മിൻഹും, അവരുടെ അടുക്കൽ നിന്ന് ഒരു സമൂഹം പറഞ്ഞു, ലിമ തഇദൂന ഖൗമാ അല്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദാ. ഒരു വിഭാഗം ആളുകൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ശനിയാഴ്ച മീൻ പിടിക്കല്ലേ, ഇത് വലിയ ഹറാമാണ്, ഇത് വലിയ അക്രമാണ് എന്നൊക്കെ ഇങ്ങനെ ഉപദേശിക്കുകയാണ്. ഇത് ഉപദേശിച്ചിട്ടും ഈ പണി എന്ത് ചെയ്തിട്ടില്ല? നിർത്തിയില്ല. എല്ലാ ശനിയാഴ്ചയും ഇതേ പണി. അപ്പോൾ ഇത് കണ്ടു നിന്ന കുറച്ച് നല്ലവരായ ആളുകളുണ്ട്. അവർ നന്മ കൽപ്പിക്കണ തിന്മ വിരോധിക്കണ പണിയൊന്നും അവർക്കില്ല. അവർ നഫ്സി നമ്മളോട് പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യുക, മറ്റുള്ളവർ നന്നായി ചെയ്യട്ടെ, നന്നാകാതിരിക്കട്ടെ, നമ്മുടെ വിഷയമല്ല. അപ്പോൾ ഈ ആളുകൾ പറഞ്ഞു, ലിമ തഇദൂന ഖൗമാ, നിങ്ങൾ ഈ സമൂഹത്തെ എന്തിനാണ് ഉപദേശിക്കുന്നത്? അല്ലാഹു മുഹ്ലിക്കുഹും, അള്ളാഹു ചിലപ്പോൾ അവരെ നശിപ്പിക്കും, ഔ മുഅദ്ദിബുഹും, അള്ളാഹു അവരെ ശിക്ഷിക്കും, അദാബൻ ശദീദ, ശക്തമായ ശിക്ഷ കൊടുക്കും. അപ്പം അള്ളാഹിൻ്റെ ശിക്ഷക്ക് അർഹരാകാൻ പോണ ഈ സമൂഹത്തെ നിങ്ങൾ ഉപദേശിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പോൾ ഉപദേശിച്ചുകൊണ്ടിരുന്ന ആളുകൾ എന്താ പറഞ്ഞത്? ഖാലൂ മഅ്ദിറതൻ ഇലാ റബ്ബിക്കും വലഅല്ലഹും യത്തഖൂൻ. അവർ പറഞ്ഞു, മഅ്ദിറതൻ ഇലാ റബ്ബിക്കും, ഞങ്ങളുടെ റബ്ബിലേക്കുള്ള ഒരു ഉദ്റാണ്, ഒഴിവ് കഴിവാണ് ഞങ്ങളവരെ ഉപദേശിക്കുക എന്നത്. അതായത് റബ്ബിനോട് പറയുക, റബ്ബെ ഞങ്ങൾ അവരോട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് അക്രമമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, തിന്മ കണ്ടപ്പോൾ ഞങ്ങൾ നാവ് കൊണ്ട് വിരോധിച്ചിട്ടുണ്ട് റബ്ബെ, ഇത് ഒഴിവ് കഴിവാണ്. ഇപ്പം ഈ സംഭവം പറയുന്നിടത്ത് പണ്ഡിതന്മാർ പറയാണ്, അവിടെ 3 വിഭാഗം ആളുകളുണ്ടായി എന്നാണ്. എത്ര വിഭാഗമാണ്? 3 വിഭാഗം. യൗമുസ്സബ്ത്, ശബ്ബത്ത് സംഭവവുമായി ബന്ധപ്പെട്ട് 3 വിഭാഗം ആളുകളുണ്ടായി. ഒന്ന്, ആ ദിവസം മീൻ പിടിക്കരുതെന്ന് പറഞ്ഞു, ആ ദിവസം മീൻ പിടിച്ച് അക്രമികളായ ഒരു വിഭാഗം ആളുകൾ. രണ്ടാമത്തെ ആളുകൾ ആരാണ്? ഇത് കണ്ടു നിന്നിട്ട് സഹിക്കാൻ കഴിയാതെ അവരോട് പോയിട്ട് എന്ത് ചെയ്തു? ആ തിന്മയെ എതിർത്തു സംസാരിച്ചവർ. മൂന്നാമത്തെ ആളുകൾ ആരാണ്? ഇതൊക്കെ അവരെ എതിർത്ത് സംസാരിച്ച് ഈ തിന്മയെ വിരോധിച്ചിട്ടും അവർ നന്നാകാതെ വന്നപ്പോൾ ഒരു വിഭാഗം പറയണം, അവർ ഉപദേശിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ സമൂഹത്തിൽ ഈ 3 വിഭാഗം ആളുകളുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ആരുണ്ട്? ഈ 3 വിഭാഗം ആളുകളുണ്ട്. ഇതിൽ ഏറ്റവും നല്ല ആളുകൾ ആരാണ്? നന്മ ചെയ്യുകയും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തവർ. അതിൻ്റെ കാരണം ഞാൻ പറയാം. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊരു തിന്മ കണ്ടാൽ ആ തിന്മയ്ക്കെതിരെ ശബ്ദിക്കുന്ന ആളുകളോട് ന്യൂട്രലായി ആരോടൊന്നും അങ്ങനെ എതിർത്ത് പറയാത്ത ആളുകൾ എന്താ പറയുക? ഇവന്മാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നന്നാകൂല ഈ സമൂഹം. എത്ര നാളായി നമ്മൾ പ്രസംഗിക്കണത്, എത്ര നാളായി ഉപദേശിക്കണത്, ഇവന്മാർ നന്നാകാൻ പോണില്ല. ഈ ശൈലി ശരിയല്ല. ഒരു സമൂഹത്തെപ്പറ്റി നമുക്ക് തഫാഉലില്ലെങ്കിൽ, പ്രതീക്ഷയില്ലെങ്കിൽ, ഈ സമൂഹം നശിച്ചു എന്ന് നമ്മൾ വിചാരിച്ചാൽ ആ സമൂഹം നശിച്ചു പോകുമെന്നാണ്. വഅഹ്ലകുഹും, അതവരുടെ നാശാണെന്നാണ്. ഒരു സമൂഹത്തെപ്പറ്റി ഒരു പ്രതീക്ഷയില്ല, അവർ നശിച്ചു പോകും എന്ന് നമ്മളെങ്ങാനും പറഞ്ഞാൽ അതവരുടെ നാശത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. അതുകൊണ്ട് തഫാഉലുണ്ടാകണം, ആ സമൂഹം നന്നാകുമെന്ന പ്രതീക്ഷയുണ്ടാകണം. അതുകൊണ്ടാണ് മൂസാ നബി ഇത്രയും നാളും എത്രയെത്ര ഓഫറുകൾ കൊടുത്തു, എത്രയെത്ര അനുഗ്രഹങ്ങൾ കൊടുത്തു, എന്നിട്ട് നന്ദികേട് കാണിച്ച ഒരു സമൂഹത്തെയും കൊണ്ട് മൂസാ നബി നടന്നില്ലേ? മൂസാ നബിയുടെ ക്ഷമ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ നമ്മൾ നന്മ ചെയ്യുന്ന തിന്മ വിരോധിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. മറിച്ച് ഇതൊന്നും നിങ്ങൾ ചെയ്യണ്ടെന്ന് പറയരുത്. അങ്ങനെ പറഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അറാഫിൽ തുടർന്ന് പറയാണ്, ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി അൻജൈനല്ലദീ യൻഹൗന അനിസ്സൂഅ. അല്ലാഹ് ഈ കൽപ്പിച്ച ഈ വിരോധനം അവരങ്ങ് മറന്നുപോയി. ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുതെന്ന് പറഞ്ഞ ആ കൽപ്പന അവരങ്ങ് മറന്ന് എല്ലാ ശനിയാഴ്ച അവർ മീൻ പിടിക്കാൻ തുടങ്ങി. അവർ അള്ളാഹുവിനങ്ങ് മറന്നു കളഞ്ഞു. അപ്പം അള്ളാഹ് എന്ത് ചെയ്യുന്നറിയോ? അൻജൈനല്ലദീന യൻഹൗന അനിസ്സൂഅ,
ആ അക്രമത്തെ വിരോധിച്ച ആളുകളെ അല്ല രക്ഷപ്പെടുത്തി. وَأَخَذْنَا الَّذِينَ ظَلَمُوا بِعَذَابٍ بَئِيسٍ بِمَا كَانُوا يَفْسُقُونَ. ആ ഫാസിക്കുകളായ തിന്മകൾ ചെയ്ത ആളുകളെ അല്ല അങ്ങ് പിടിച്ചു, ശക്തമായ ശിക്ഷ അവർക്ക് കൊടുത്തു. എങ്ങനെയാണ് അവർക്ക് കൊടുത്ത ശിക്ഷ? فَلَمَّا عَتَوْا عَمَّا نُهُوا عَنْهُ قُلْنَا لَهُمْ كُونُوا قِرَدَةً خَاسِئِينَ. അവരെ അക്രമം പ്രവർത്തിച്ചതിൻ്റെ പേരിൽ അള്ളാഹു അവരോട് പറഞ്ഞു, കൂനൂ, നിങ്ങളായിത്തീർന്നു, ഖിറദത്തൻ ഖാസിഈൻ, നിന്ദ്യന്മാരായ കുരങ്ങന്മാരാണ്. അള്ളാഹു കുൻ എന്ന് പറഞ്ഞാൽ അപ്പം എന്താവും? ഫൈഖൂൻ, അപ്പം ഉണ്ടാകും. ഇവിടെ അള്ളാഹ് അത്രേ പറഞ്ഞിട്ടുള്ളൂ, കൂനു, നിങ്ങളാവുക. അപ്പോൾ തന്നെ അവരാരായി? കുരങ്ങന്മാരായി. ആര് മാത്രം അതിൽ നിന്ന് രക്ഷപ്പെട്ടത്? തിന്മ വിരോധിച്ച ആളുകൾ. അപ്പോൾ ഒരു സമൂഹം അതിക്രമകാരികളായാൽ ആ അതിക്രമകാരികളെ അള്ളാഹു ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ അതിൽ നിന്ന് അള്ളാഹു ഒരു വിഭാഗത്തെ രക്ഷപ്പെടുത്തും. ആരാണത്? നഫ്സി നഫ്സി എന്ന് പറഞ്ഞിരിക്കുന്നവരല്ല, കയ്യും കെട്ടി ഞങ്ങളുടെ കാര്യം നോക്കി നടന്നോളാം എന്ന് പറയണവരല്ല. അങ്ങനൊരു വിഭാഗം ആരിൽ പെട്ടുപോകും? ഈ ശിക്ഷയുടെ കൂട്ടത്തിൽ പെട്ടുപോകുന്നതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, അള്ളാഹു ഒരു വിഭാഗത്തെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ ആ കൂട്ടത്തിൽ ആരും പെടും? നന്മ ചെയ്ത ആളുകളും പെടും. പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുന്നത് ആരാണ്? നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തവർ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം. ലതഅ്മുറുന്ന ബിൽ മഅറൂഫ് വതൻഹൗന്ന അനിൽ മുൻകർ, നിങ്ങൾ തിന്മ വിരോധിക്കുക തന്നെയും ചെയ്യണം. കാരണം ഇല്ലാ ലൗ യൂഷികന്നല്ലാഹു അയ്യബഅസ അലൈക്കും ഇഖാബൻ മിൻഹു സുമ്മ യദ്ഊനഹു ഫലാ യുസ്തജാബു ലക്കും. നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം, ഉറപ്പിച്ചു പറയണം. നിങ്ങൾ തിന്മ വിരോധിക്കുക തന്നെ വേണം. ഔ ഇല്ലെങ്കിൽ ലയൂഷികന്നല്ലാഹു അയ്യബഅസ അലൈക്കും ഇഖാബൻ മിൻഹു, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ശിക്ഷ നിങ്ങൾക്ക് വരും. പിന്നെ നിങ്ങൾ സുമ്മ യദ്ഊനഹു, അവനെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കും, റബ്ബേ ഞങ്ങളെ ശിക്ഷിക്കല്ലേ എന്ന്. ഫലാ യുസ്തജാബു ലക്കും, നിങ്ങൾക്ക് ഉത്തരം തരൂല. രണ്ട് വലിയ അപകടം സംഭവിക്കുന്നുണ്ട്, രണ്ട് വലിയ അപകടം. ഒന്നെന്താണെന്നറിയോ? തിന്മ വിരോധിക്കാത്തതിൻ്റെ പേരിൽ ഈ തിന്മ ചെയ്തവരുടെ കൂട്ടത്തിലുള്ള ശിക്ഷയിൽ ഇവരും എന്തു ചെയ്യും? പെടും. ഒന്നതാണ്. രണ്ടാമത്തെ എന്താണെന്നറിയോ? ആ സമയത്ത് വിശ്വാസികൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹ് എന്ത് തരൂല? ഫലാ യുസ്തജാബു ലക്കും, നിങ്ങൾക്ക് ഉത്തരം തരൂല. അപ്പോൾ പ്രബോധനം ചെയ്യുന്ന ആളുകൾക്ക് ഈ പാഠത്തിൽ രണ്ട് ഗുണമാണ്. ഒന്നെന്താ? പ്രബോധനം ചെയ്യുന്നവർക്ക് അള്ളാഹു ഒരു സമൂഹത്തെ ശിക്ഷിക്കാൻ ഉപയോഗിച്ചാൽ ആ ശിക്ഷയിൽ നിന്ന് ഉദ്ദേശിച്ചാൽ ആ ശിക്ഷയിൽ നിന്ന് എന്ത് ചെയ്യും? പ്രബോധനം ചെയ്യുന്ന ആളുകളെ അള്ളാഹ് രക്ഷപ്പെടുത്തും. രണ്ടാമത്തത്, അവരുടെ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കും. അപ്പോൾ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. നമ്മുടെ കുടുംബം മുതൽ, നമ്മുടെ മക്കൾ മുതൽ, നമ്മുടെ ഭാര്യ മുതൽ, നമ്മുടെ കുടുംബം മുതൽ എവിടം വരെ നമുക്ക് ദഅവത്ത് നടത്താൻ പറ്റും അവിടം വരെ നമുക്ക് ദഅവത്ത് നടത്താൻ പറ്റണം. നമ്മുടെ കുടുംബത്തിനൊരു തെറ്റ് കണ്ടു, നമ്മൾ തിരുത്തുന്നില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കൂല. നമ്മുടെ കുടുംബത്തിൽ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പുറത്ത് മുസല്ലയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ ആ തെറ്റിനെ തിരുത്താൻ കഴിയണം, നന്മ കൽപ്പിക്കാൻ കഴിയണം. എങ്കിലും നമ്മുടെ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കുക. നമ്മളതൊക്കെ ചെയ്തിട്ടും കുടുംബം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ കുറ്റമല്ല. പക്ഷെ നമ്മളത് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അപ്പോൾ ദഅവത്ത് എന്നുള്ളത് ഒരു വലിയ ബാധ്യതയാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഈ സമൂഹത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയത് ആരെ മാത്രമാണ്? അൻജൈനല്ലദീന യൻഹൗന അനിസ്സൂ, ഈ തിന്മയെ എതിർത്ത ആളുകളെ മാത്രമാണ്. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവരെ ആരാക്കിയെന്നാണ് പറഞ്ഞത്? കൂനു ഖിറദത്തൻ ഖാസിഈൻ, ഖിറദത്താക്കിയതാണ്, കുരങ്ങന്മാരാക്കി. അപ്പം അത് കേവലം ആലങ്കാരികമായൊരു രീതിയാണ് കുരങ്ങന്മാരാക്കുക എന്ന് പറഞ്ഞാൽ. ചില ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് ശരിയായ അഭിപ്രായമല്ല. ഏറ്റവും ശരിയായ അഭിപ്രായം എന്താണ്? അവരെ തനിച്ച കുരങ്ങന്മാരാക്കി മാറ്റിയെന്നാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പറ്റി പറയുന്നുണ്ട്, വജഅല മിൻഹുമുൽ ഖിറദത വൽ ഖനാസീറ വഅബദത്ത താഗൂത്ത്. അള്ളാഹു കോപിച്ച, അള്ളാഹു ശപിച്ചൊരു വിഭാഗത്തെപ്പറ്റി സൂറത്തുൽ മാഇദയിലെ 66-ാമത്തെ വചനത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്. അവരെ അള്ളാഹ് കുരങ്ങന്മാരാക്കിയിട്ടുണ്ട്, പന്നികളാക്കിയിട്ടുണ്ട്. അവർ ദുർമൂർത്തികളെ വിളിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ട്. അവർ ദുർമൂർത്തികളെ വിളിച്ച് പ്രാർത്ഥിച്ച ആളുകളാണ്, ത്വാഗൂത്തുകളെ വിളിച്ച് പ്രാർത്ഥിച്ച ആളുകളാണ്. അവരെ അള്ളാഹ് രണ്ട് വിഭാഗം ആളുകളാക്കി മാറ്റുന്ന. ഒന്നെന്താണ്? ഖിറദത്ത്,
കുരങ്ങന്മാരാണ്. കാരണം മനുഷ്യനോടൊരു സാദൃശ്യമുള്ള മൃഗങ്ങളിൽപ്പെട്ട ഒന്നാണിത് കുരങ്ങന്മാർ. മറ്റൊന്ന് പന്നികളാക്കി മാറ്റിയെന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ നബിയോട് ചോദിച്ചു എന്നാണ്, നബിയെ, അപ്പോൾ ഈ കുരങ്ങന്മാരും പന്നികളൊക്കെ ഇവരുടെ ജനറേഷനാണോ, ഈ യഹൂദികളുടെ ജനറേഷനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളൊരു വിഭാഗത്തെ ശിക്ഷിക്കുകയാണെങ്കിൽ പിന്നെ അവർക്ക് ആരുണ്ടാവില്ല, തലമുറകളുണ്ടാകൂല. അതെൻ്റെ അടിസ്ഥാനം. അള്ളൊരു വിഭാഗത്തെ ശിക്ഷിച്ചാൽ അവർക്ക് എന്തുണ്ടാകൂല, തലമുറയുണ്ടാകൂല. അപ്പോൾ കുരങ്ങന്മാരും പന്നികളൊക്കെ ഇവർക്ക് മുമ്പേ ഉണ്ട്. അവർക്ക് ഇന്നും എന്തുണ്ട്, തലമുറയുണ്ട്, ജനറേഷനുണ്ട്. അവരിന്നും ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ജൂതന്മാർ ശിക്ഷിക്കപ്പെട്ടത് കൊണ്ട് അവരുടെ മക്കളെന്നല്ല പറയേണ്ടത്, മറിച്ച് അള്ളാഹു അവരെ എന്ത് ചെയ്തു, അത്തരം ഒരു ജീവികളാക്കി എന്ത് ചെയ്തു, മാറ്റി എന്നാണ്. ഇനി ചില ഹദീസിൽ കാണാൻ പറ്റും, കുരങ്ങന്മാരും പന്നികൾ മാത്രമല്ല, നിലത്ത് ഇഴയുന്ന ചില ജീവികളാക്കി എന്നൊക്കെ ഉണ്ട്. ഏതുപോലെയെന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടുമ്പിറച്ചി കഴിക്കൂല. മക്കയിൽ ഉടുമ്പിറച്ചിയില്ല. മദീനയിൽ എന്തുണ്ട്, സുലഭമായി ഉടുമ്പിറച്ചിയുണ്ട്. അപ്പോൾ മക്കയിൽ നിന്ന് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുമ്പോൾ എല്ലാ വിരുന്നിലും സ്പെഷ്യൽ സാധനമാണ് എന്ത്, ഉടുമ്പിറച്ചി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കഴിക്കുകയില്ല. അപ്പോൾ നബിയുടെ മുന്നിൽ എന്തു ചെയ്യും, സൽക്കാരത്തിന് അൻസാരികളായ ആളുകൾ ഭക്ഷണം കൊണ്ടുവന്ന് വെക്കും, ഉടുമ്പിറച്ചി ഒന്ന് പൊരിച്ച് റെഡിയാക്കിയതൊക്കെ കൊണ്ടുവന്ന് വെക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ കൈ ഇങ്ങനെ എടുത്ത് ഉടുമ്പിറച്ചിയിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ഒരു സ്വഹാബ വനിതക്ക് അറിയാൻ നബി ഉടുമ്പിറച്ചി കഴിക്കാത്ത ആളാണ്. അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, അത് ഉടുമ്പിറച്ചിയാണെന്ന് പറഞ്ഞേരി നബിയോടൊന്ന്. അപ്പം നബി കൈ വലിച്ചു എന്നാണ്. അപ്പം നബി കൈ വലിച്ചു, നബിക്ക് ഇഷ്ടമല്ല, നബി അത് കഴിച്ചിട്ടില്ല. എന്നാൽ മറ്റു സ്വഹാബികൾ എന്ത് ചെയ്തിട്ടുണ്ട്, നന്നായി കഴിച്ചിട്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു നന്നായിട്ട് കഴിച്ചു എന്നാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ബാബ് തന്നെ ഉണ്ട്. ഒരു ബാബ് തന്നെ എന്താണ്, ഉടുമ്പിറച്ചിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹുവിനോട് ചോദിച്ചു, എന്താണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്, താങ്കൾ നന്നായിട്ട് കഴിക്കും, പക്ഷെ റസൂലിന് ഇഷ്ടമല്ലായിരുന്നല്ലോ. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു കൊടുത്ത മറുപടി എന്ന് അറിയോ, റസൂലിനത് ഇഷ്ടമല്ല, നമുക്കത് ഇഷ്ടമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടുമ്പിറച്ചി കഴിക്കാതിരുന്നപ്പോൾ റസൂൽ പറഞ്ഞ അറിയോ, കുലു, നിങ്ങൾ തിന്നോ, ലസ്തു ബി ആക്കുലിഹി വ മുഹർരിമിഹി, ഞാൻ തിന്നുന്നവനും അല്ല, ഞാൻ ഹറാമാക്കുന്നവനും അല്ല. നബി തിന്നാത്തതുകൊണ്ട് നബിക്ക് ഹറാമാക്കാൻ പറ്റുമോ, പറ്റൂല. നബിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഒരു കാര്യം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണ്ടെന്ന് പറയാൻ പറ്റുമോ, പറ്റൂല. അത് ആര് പറയണം, അള്ളാഹ് പറയണം. ഈ സംഭവത്തിൽ നിന്ന് ഒരുപാട് ഇസ്തിംബാത്ത് ചെയ്യാനുണ്ട്, ഒരുപാട് സംഭവങ്ങൾ ഇസ്തിംബാത്ത് ചെയ്യാനുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ച ഇറച്ചി ഉടുമ്പിറച്ചിയാണെന്ന് നബിക്കറിയാൻ പറ്റിയില്ല. നബിക്ക് എല്ലാ ഗൈബും അറിയാമെന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ്. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് എന്നാൽ ഇതൊക്കെ നിങ്ങളെ ഹറാമാക്കുമെന്ന് നബിക്ക് തന്നിഷ്ടം പറയാൻ മതത്തിൽ അവകാശമില്ലെന്ന് ഈ സംഭവം പഠിപ്പിക്കുകയാണ്. ഈ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഒരു ഹദീസിൽ കാണാൻ പറ്റും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, നബി എന്താ കഴിക്കാഞ്ഞത് എന്ന് ചോദിക്കും. നബി എന്താ കഴിക്കാഞ്ഞത്, ഈ ഉടുമ്പിറച്ചി എന്താ നബി കഴിക്കാത്തതെന്ന് ചോദിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് അത് കണ്ടിട്ടൊരു കഴിക്കാൻ തോന്നണില്ല. അപ്പോൾ നബി അതിനൊരു ഉദാഹരണം കൂടി പറഞ്ഞു. ഈ ബനു ഇസ്രായേലിൽപ്പെട്ടൊരു വിഭാഗം ആളുകൾ ഈ നിലത്തിടയണ ജീവികളാക്കി അള്ളാഹ് മാറ്റിയുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് അത് ഓർമ്മ വരും, അതുകൊണ്ട് ഞാൻ കഴിക്കൂല. അപ്പോൾ ചില ആളുകൾക്ക് അങ്ങനെയല്ല, ചില ഭക്ഷണം കാണുമ്പോൾ വേറെ പലതും എന്ത് ചെയ്യും, ഓർമ്മ വരും. അപ്പോൾ അതിനോടൊരു എന്തുണ്ടാവും, ഒരു വെറുപ്പുണ്ടാവും. അത് സ്വാഭാവികമാണ്, ഓരോ മനുഷ്യനും ഓരോ എന്താ പറയുക നേച്ചറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അത് കാണുമ്പോൾ എന്ത് ചെയ്യും, ഇത് ഓർമ്മ വരും. നബി പറയും, ഒരു സമൂഹത്തെ അള്ളാഹു ഇങ്ങനെ നിലത്തിഴയണ സമൂഹമാക്കിയിട്ടുണ്ട്, അപ്പോൾ ഈ ഉടുമ്പിനെ കാണുമ്പോൾ എനിക്ക് ഒരു ഇറിറ്റേഷൻ ഉണ്ട്, അതുകൊണ്ട് ഞാൻ കഴിക്കണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈ സംഭവം ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഇവരെ കുരങ്ങുകളും പന്നികളും മാത്രമല്ല ആക്കിയത്, പിന്നെയോ നിലത്തിഴയുന്ന ജീവികൾ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ വരെ അള്ളാഹു ആക്കിയിട്ടുണ്ട്. അപ്പം അത്രയും നിന്ദ്യന്മാരായിരുന്നു ആര്, ഈ വിഭാഗം ആളുകൾ. അവരെല്ലാവരും അല്ല, ജൂതന്മാരെ അല്ലെങ്കിൽ യഹൂദികൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ബനു ഇസ്രായേലിലെ ഒന്നടങ്കം ആക്ഷേപിച്ചിട്ടില്ല. അതിൽ നല്ലവരുണ്ട്, അതിൽ നല്ലവരിൽ ഏറ്റവും നല്ലവരുണ്ട്, നന്മ കൽപ്പിക്കുന്നവർ, തിന്മ വിരോധിക്കുന്നവർ. അപ്പം എല്ലാ ടീമും അതിലുണ്ട്. പക്ഷെ ബഹുഭൂരിപക്ഷവും ആരാണ്, അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് വീണ്ടും പറയുകയാണ്. അതിനുശേഷം അള്ളാഹു പിന്നീട് ഈ ഒരു സംഭവത്തെ എന്ത് ചെയ്തു, അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നുണ്ട്. അതിനെ നാം എന്താക്കി മാറ്റി, ആ ഒരു സംഭവത്തെ ഫജഅൽനാഹാ നകാലൻ ലിമാ ബൈന യദൈഹാ വമാ ഖൽഫഹാ വമൗഇലതൻ ലിൽമുത്തഖീൻ. ഫജഅൽനാഹാ, നാം അതിനെ ആക്കി.
ഏതിനെ? ഈ ഒരു സംഭവത്തെ, ഈ ഒരു ശിക്ഷയെ അള്ളാഹു ആക്കി. പല അഭിപ്രായങ്ങളുണ്ട്. അതിൽ ഏറ്റവും ശരിയായ അഭിപ്രായം ഏതാണ്? ഇവരെ ഈ കുരങ്ങന്മാരാക്കി എന്ന ഈ ശിക്ഷയെ ഫജഅൽനാഹ അള്ളാഹു ആക്കി നക്കാലൻ, ഒരു ഗുണപാഠമെന്നോളമുള്ള ഒരു ശിക്ഷ. നക്കാൽ എന്ന് പറഞ്ഞ ശിക്ഷ എന്നാണ്. ഫിറഔന്റെ ചരിത്രം പറയുമ്പോൾ സൂറത്ത് നാസിയാത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, ഫഅഖദഹുല്ലാഹു നക്കാലൻ, അവനെ അള്ളാഹു ഫിറഔൻ എന്ത് ചെയ്തു? ഒരു ശിക്ഷ എന്ത് ചെയ്തു? ആ ശിക്ഷയോടുകൂടി പിടിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പം ഇവിടെ നക്കാൽ എന്ന് പറഞ്ഞാൽ ഗുണപാഠമാകുന്നൊരു ശിക്ഷയാക്കി അള്ളാഹ് എന്ത് ചെയ്തു? അതിനെ മാറ്റി. ലിമാ ബൈന യദൈഹ, അതിൻ്റെ മുമ്പിലുള്ളവർക്ക്, വമാ ഖൽഫഹ, അതിൻ്റെ പിന്നിലുള്ളവർക്കും. ഇതിനെയും പണ്ഡിതന്മാർ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ശരിയായ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ, മുമ്പിലുള്ളവരെന്ന് പറഞ്ഞാൽ ഇത് കണ്ടുനിന്ന ആ പട്ടണത്തിലുള്ള ആളുകൾ. അപ്പം ആ ജനങ്ങൾ കാണിക്കുകയാണ് എന്ത് ചെയ്തത്? അള്ളാഹു ഇവരെ കുരങ്ങന്മാരാക്കി മാറ്റിയത്. അത് കണ്ടു നിന്ന ആളുകൾക്ക് എന്താണ്? ഇതൊരു ഗുണപാഠമാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കെതിരായി പ്രവർത്തിച്ചാൽ ഇത് നിങ്ങൾക്കും സംഭവിക്കും. അതാണ് നക്കാലൻ, ശിക്ഷയാകുന്ന ഒരു ഗുണപാഠം. അപ്പോൾ അവർക്കൊരു താക്കീതാണ്, പേടിയാണ്. ദാ ഇവരെ കുരങ്ങന്മാരാക്കിയിട്ടുണ്ട്, ഇനിയിപ്പോൾ നമ്മളും അങ്ങനെ ആവുമോ എന്നൊരു പേടി അവർക്കുണ്ടാകും. വമാ ഖൽഫഹ, അവർക്ക് പിന്നിലുള്ളവരെന്ന് പറഞ്ഞാലോ അവർക്ക് ശേഷം പിന്നീട് കടന്നു വന്ന ആളുകൾ. അതിനെപ്പറ്റി ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, മിൻ മൻ ബിഹളറതിഹ മിനന്നാസ് യൗമഇദിൻ, അതേ സമയം ആ സമയത്ത് ഇതിന് സാക്ഷികളായ ആളുകൾ അവരാണ് ബൈന യദൈഹ, അവരുടെ മുമ്പിലുള്ളവരെന്ന് പറഞ്ഞത്. എന്നാൽ വമാ ഖൽഫഹ, അവരുടെ പിന്നിലുള്ളവരെന്ന് പറഞ്ഞതോ ലമ്മ ബഖിയ ബഅദഹും മിനന്നാസി മിൻ ബനി ഇസ്രായീൽ അൻ യഅമലു മിസ്ല അമലിഹിം, അവർ ചെയ്തതുപോലെ ബനു ഇസ്രായേലിലെ മറ്റുള്ള ആളുകൾ ചെയ്താൽ, അവർക്ക് ശേഷം വരുന്ന ആളുകൾ ചെയ്താൽ അവർക്കുമുള്ള ഗുണപാഠമാണ്. അപ്പോൾ നമുക്കൊക്കെ ഉള്ള ഗുണപാഠം ഏതാണ്? വമാ ഖൽഫഹ, അവരുടെ പിന്നിൽ വന്ന ആളുകളാണ് ആര്? നമ്മളെല്ലാവരും. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വമൗഇലത്തൽ ലിൽ മുത്തഖീൻ. അതിനെ പണ്ഡിതന്മാർ പ്രത്യേകം എടുത്തു പറഞ്ഞു, അത് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് അതിലെന്തുണ്ട്? മൗഇലത്തുണ്ട്, ഒരു സതുപദേശമുണ്ട്. അക്രമികളായ ബനു ഇസ്രായേലിയർക്ക് അതെന്താണ്? താക്കീതാണ്. റസൂലിൻ്റെ ഉമ്മത്തിന് എന്താണ്? അതൊരു സതുപദേശമാണ് എന്നാണ് ചില തഫ്സീറുകൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിൽ ഇതിലെന്തുണ്ട്? വലിയൊരു ഗുണപാഠമുണ്ട്. അള്ളാഹു വിരോധിച്ചൊരു കാര്യം ചെയ്താൽ അതിൻ്റെ പരിണിത ഫലം ഇവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ അനുഭവിക്കേണ്ടി വരും. അത് ഏത് തിന്മയുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. ബനു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവരുടെ വിഷയത്തിൽ പെട്ടെന്ന് ആക്ഷൻ എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മുൻകഴിഞ്ഞ സമൂഹത്തിൻ്റെയൊക്കെ വിഷയത്തിൽ അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്? പെട്ടെന്ന് ആക്ഷൻ എടുക്കും. പക്ഷെ റസൂലിൻ്റെ ഉമ്മത്തിൻ്റെ വിഷയത്തിൽ അങ്ങനെയല്ല. റസൂലിൻ്റെ ഉമ്മത്തിന് എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു വലിയ വിട്ടുവീഴ്ച കൊടുത്തിട്ടുണ്ട്. സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്ത്, ആമന റസൂലിൻ്റെ അവസാനത്തെ ഭാഗം, അതിൽ നമ്മൾ പറയും റബ്ബന ലാ തുആഖിദ്ന ബിന്നസീന ഔ അഖ്തഅന, അല്ലാഹുവേ ഞങ്ങൾ മറന്നുകൊണ്ടോ ഞങ്ങൾ എന്തെങ്കിലും വീഴ്ച വന്നുകൊണ്ടോ എന്തൊക്കെ സംഭവിക്കണമെങ്കിൽ അതിൻ്റെ പേര് ഞങ്ങൾ എന്ത് ചെയ്യരുത്? പിടിക്കരുത്. മുൻകഴിഞ്ഞ ആളുകളുടെ വീഴ്ചകളെ തൊട്ട് അല്ലാഹ് എന്ത് ചെയ്തിട്ടുണ്ട്? അവരെ ശക്തമായി പിടിച്ചിട്ടുണ്ട്. റബ്ബന വലാ തഹ്മിൽ അലൈന ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ, ഞങ്ങളുടെ മുൻഗാമികൾക്ക് നീ വഹിപ്പിച്ച പോലുള്ള ഭാരങ്ങൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യരുത്? വഹിപ്പിക്കരുത് റബ്ബേ. റബ്ബന വലാ തുഹമ്മിൽന മാ ലാ ത്വാഖത ലനാ ബിഹി, ഞങ്ങൾക്ക് കഴിയാത്തത് ഞങ്ങൾക്ക് എന്ത് ചെയ്യരുത്? ഞങ്ങളെ ഏൽപ്പിക്കരുത്. അപ്പോൾ ഇവിടെ ഈ പ്രാർത്ഥന, ഈ ഒരു ആമന റസൂലിലെ ഈ 3 പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? അള്ളാഹു നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? വിട്ടുവീഴ്ച ചെയ്ത് തന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഒരുപാട് അവസരങ്ങൾ അള്ളാഹു ഈ ഉമ്മത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഉമ്മത്തിനെ പെട്ടെന്ന് പൊടുന്നനെ അള്ളാഹ് എന്ത് ചെയ്യാത്തത്? ശിക്ഷിക്കാത്തത്. മുൻഗാമികളിൽ കുരങ്ങന്മാരാക്കി, പന്നികളാക്കി, അല്ലേ, അവരെ അള്ളാഹു പൊടുന്നനെ നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ എത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതേ അവസ്ഥ ഈ ഉമ്മത്തിന് വരാത്തതിൻ്റെ കാരണം അത് റസൂലിൻ്റെ ഉമ്മത്തിന് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഉമ്മത്തിന് കൊടുത്ത വലിയൊരു അനുഗ്രഹമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. നോക്കൂ, ഇനി അതിന് ശേഷം വരുന്ന ആയത്തുകൾ, അത് ഈ ഒരു സൂറത്തിന് സൂറത്തുൽ ബഖറ എന്ന് പേര് പരാമർശിക്കപ്പെടാൻ
കാരണമായ ആയത്താണ്. ആ ഒരു ആയത്ത് കൂടി എടുത്തുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. വഇദ് ഖാല മൂസ ലിഖൗമിഹി ഇന്നല്ലാഹ യഅ്മുറുകും അൻ തദ്ബഹൂ ബഖറഹ ഖാലൂ അതത്തഖിദുനാ ഹുസ്വാ ഖാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ വഇദ് ഖാല മൂസ ലിഖൗമിഹി. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ സമൂഹത്തോട് പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കണം. ഇപ്പോൾ കുറേ സന്ദർഭം നമ്മളോട് ഓർക്കാൻ പറഞ്ഞു, കുറേ സന്ദർഭം നമ്മൾ ഓർത്തു. ഇനിയും പറയണം, ഇനിയും കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്. ഏതാണത്? ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യഅ്മുറുക്കും, നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. അമറ യഅ്മുറു അംറൻ, യഅ്മുറുക്കും, നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. അൻ തദ്ബഹൂ, ദബഹ യദ്ബഹു, അറുക്കാൻ, ബഖറതൻ, ഒരു പശുവിനെ. അപ്പോൾ പശു എന്ന വാക്കിപ്പോൾ ആദ്യമാണ് വരുന്നത്. ഈ ആയത്തുകളിൽ ബഖറ എന്ന് വന്നതിൽ കൊണ്ടാണ് ഈ സൂറത്തിന് എന്തു വന്നത്? സൂറത്തുൽ ബഖറ എന്ന് പേര് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. അൻ തദ്ബഹു ബഖറതൻ, ഒരു പശുവിനെ അറുക്കാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. ഇത് കേട്ട മാത്രമേ ഖാലൂ, അവർ പറഞ്ഞു, അതത്തഖിദുനാ ഹുസ്വാ, അതത്തഖിദുന, നീ ഞങ്ങളെ ആക്കുകയാണോ? ഹുസ്വാ, ഹുസ്വാ എന്ന് പറഞ്ഞാൽ ജോക്ക്, പരിഹാസം. നീ ഞങ്ങളെ തമാശയാക്കുകയാണോ മൂസ? മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ആരാണ്? അവരുടെ കൂട്ടത്തിലൊരു പ്രവാചകനാണ്. മൂസാ നബിയുടെ കയ്യിൽ എന്തുണ്ട്? തൗറാത്തുണ്ട്, വേദമുണ്ട്, വഹി ഇറങ്ങുന്നുണ്ട്. ആ ഒരു പ്രവാചകൻ വന്ന് തൻ്റെ അനുയായികളോടൊരു കാര്യം പറഞ്ഞപ്പോൾ അനുയായികൾ പറയാണ്, നമ്മൾ നാടൻ ഭാഷ എന്താ പറയുക, ജനെ കളിയാക്കണമെന്ന് ചോദിക്കും അല്ലേ? നീ എന്തെന്നെ ഇടങ്ങേറാക്കണം, കോമാളിയാക്കണമെന്ന് ചോദിക്കും. ഈ തഫ്സീർ വിശദീകരിക്കുന്നിടത്ത് അവർ പറയുന്നുണ്ട്, മൂസാ നബിയോട് അവർ കാണിച്ച സ്വഭാവശൈലി, സംസാര ശൈലി പോലും അദബില്ലാത്തതായിരുന്നു എന്നാണ്. അതായത് വിളിക്കുമ്പോൾ തന്നെ അവർ പറയും, മൂസ നിൻ്റെ റബ്ബിനോട്, നമ്മുടെ റബ്ബെന്ന് പറയൂല, നിൻ്റെ റബ്ബിനോടൊന്ന് പ്രാർത്ഥിക്കാൻ പറയും, നിൻ്റെ റബ്ബിനോടൊന്ന് പ്രാർത്ഥിക്ക്, അല്ലെങ്കിൽ നിൻ്റെ റബ്ബിനോടൊന്ന് ചോദിക്ക്. മൂസാ നബിയുടെ റബ്ബിലേക്ക് എന്നാ പറയുക. അതെ, മൂസ എന്ന പേരവർ വിളിക്കുമായിരുന്നു എന്നാണ്. ഓ നബിയെ, ഓ റസൂലേ എന്നൊന്നും അവരെന്ത് ചെയ്യൂല, വിളിക്കൂല. അപ്പം അത്രയും എന്താണ്, ഒരു പരീക്ഷ സ്വഭാവക്കാരും അത്രയും കിബറന്മാരായ ആളുകൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് അവർ മൂസാ നബിയോട് മൂസ എന്ന് പേരെടുത്ത് വിളിക്കും, നബി എന്ന് വിളിക്കൂല. മാത്രമല്ല, മൂസാ നബി ഒരു കാര്യം കൊണ്ടുവന്നാൽ അതിനെ സ്വീകരിച്ച ശൈലിയാണിത്. നീ ഞങ്ങളെ പരിഹസിക്കുകയാണോ മൂസ? അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഒരു ഉസ്താദ്, വലിയൊരു ആലിമ് വന്നിട്ട് നിങ്ങളോടൊരു കാര്യം പറയുകയാണ്, ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ നമ്മളെന്താ ഇടങ്ങേറാക്കുകയാണോ, പരിഹസിക്കുകയാണോ എന്ന് ചോദിച്ചാൽ ആ ഉസ്താദിന് ഇഷ്ടപ്പെടുമോ? നിങ്ങൾ ആദരിക്കുന്ന ഒരു ഗുരുനാഥൻ, ഒരു പണ്ഡിതനോട് അങ്ങനെ പറഞ്ഞാൽ അയാൾക്ക് ഇത്ര വിഷമം ഉണ്ടാവും. ഇതൊരു പ്രവാചകനോടാണ് ഇത് പറയണത്. മൂസാ നബിക്ക് അറിയാം ഇതിലും വലുത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നത്, ഇതിലും വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇവന്മാരിൽ നിന്ന് ഇതൊക്കെ ഉണ്ടാകും. മൂസാ നബി അപ്പം എന്താ പറഞ്ഞറിയോ? ഞാനല്ല പരിഹസിച്ചത്, നിങ്ങളാ പരിഹസിച്ചത്, നിങ്ങൾ ജാഹിലീങ്ങളാണ് എന്നൊന്നും മൂസാ നബി പറഞ്ഞില്ല. മൂസാ നബി പറഞ്ഞ മറുപടി, ഖാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. അഊദു ബില്ലാഹ്, ഞാൻ അള്ളാഹിനോട് ശരണം തേടുന്നു. അൻ അകൂന മിനൽ ജാഹിലീൻ, ഞാൻ വിവരമില്ലാത്തവരുടെ കൂട്ടത്തിൽ പെട്ടുപോകുന്നതിനെ തൊട്ട് അള്ളാഹിനോട് ഞാൻ എന്ത് ചെയ്യാണ്? ശരണം തേടുക. ഞാൻ വിവരം കെട്ടവനാകാതിരിക്കാൻ വേണ്ടി അള്ളാഹിനോട് ഞാൻ ചോദിക്കുന്നുണ്ട്, ഞാൻ ചോദിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് അവർക്ക് മനസ്സിലാകുകയാണ് ഈ വിവരമില്ലാത്തവരാരാണെന്ന് മൂസാ നബി എന്ത് ചെയ്തു? വ്യംഗ്യമായി സൂചിപ്പിക്കാൻ. നിങ്ങളൊന്നും വിവരമില്ലാത്തവരാണെന്ന് പറഞ്ഞാലോ അതൊരു അക്ഷമയുടെ വർത്താനാണ്, അക്ഷമനായ ഒരു വ്യക്തിയുടെ വർത്താനാണ്. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളെ കൊണ്ടൊക്കെ ഇങ്ങനെ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയുന്ന ശൈലി മൂസാ നബി എന്ത് ചെയ്തിട്ടില്ല? സ്വീകരിച്ചിട്ടില്ല. മൂസാ നബിയുടെ വ്യംഗ്യമായൊരു പ്രാർത്ഥന നടത്തി, അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ, ജാഹിലീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടുപോകുന്നതിനെ തൊട്ട് ഞാൻ റബ്ബിനോട് ശരണം തേടുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി അത് ശരിയായില്ല പറഞ്ഞത്. മൂസാ നബിയുടെ വർത്താനത്തിൽ നമുക്ക് മനസ്സിലായി നമ്മൾ പറഞ്ഞത് എന്തായില്ല? ശരിയായില്ല. അപ്പോൾ അവർ മൂസാ നബിയോട് ചോദിച്ചു, മൂസ നിൻ്റെ റബ്ബിനോട് എന്ത് ചെയ്യൂ? നീ പ്രാർത്ഥിക്കൂ, ഞങ്ങൾക്ക് ആ പശു ഏതാണെന്ന് പറഞ്ഞു തരാൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം, കാരണം അത് കുറച്ച് വിശദീകരിക്കാനുണ്ട്. നമ്മളിപ്പോൾ
സബ്ബത്ത് സംഭവം പറഞ്ഞതുപോലെ വിശദീകരിക്കേണ്ട ഒരു വലിയ കഥയാണ്. ആ ബക്രയെ, പശുവിനെ അറുക്കാൻ പറയാനൊരു കാരണമുണ്ട്. അത് അറുത്തതിന് ശേഷം ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് വേറൊരു സംഭവമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് അത് കുറച്ച് വിശദീകരിക്കണം. നോക്കൂ, ഇവിടെ ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മൾ സബത്ത് എന്ന വാക്ക്, യോമുസബത്ത്, ഒരു ഭാഷാപരമായ ഒരു അറിവ് തരാൻ വേണ്ടിയാണ്. യോമുസബത്ത്, സബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ശനി എന്നാണ്. എന്നാൽ അത് സിബത്തായാലോ? സിബത്ത് എന്ന് പറഞ്ഞാൽ അത് നമ്മളെ മൃഗങ്ങളുടെ തോല് കൊണ്ടുണ്ടാക്കുന്ന ചെരുപ്പിനാ പറയാം. സുബത്ത് എന്ന് പറഞ്ഞാലോ അത് ഒരു ചെടിക്ക് പറയുന്ന പേരാണ്. സബത്ത്, സിബത്ത്, സുബത്ത്. സബത്ത് ശനിയാഴ്ച ദിവസമാണ്. സിബത്ത് തോല് കൊണ്ടുണ്ടാക്കിയ ചെരുപ്പാണ്. സുബത്ത് ഒരു ചെടിയുടെ പേരാണ്. ഇത് പണ്ഡിതന്മാർ ഈ ഭാഷാപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നിടത്ത് ഇതിനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ സബത്ത്, സിബത്ത്, സുബത്ത്. അപ്പോൾ പല വിഷയങ്ങളും ഇതുപോലെ സാമ്യത ഉള്ളതുണ്ട്. നമ്മളിപ്പോൾ ബർറ്, ബിർറ്, ബുർറ് എന്ന് പറയും. ബർറ് കരക്ക് പറയണതാണ്, ലാൻഡിന്. ബഹ്റ് കടൽ, ബർറ് കര. ബിർറ് എന്ന് പറഞ്ഞാൽ പുണ്യം, ബുർറ് എന്ന് പറഞ്ഞാൽ ഗോതമ്പ്. അപ്പോൾ ഒരു ഹർക്കത്തങ്ങ് മാറി എന്താവും? അർത്ഥങ്ങ് മാറിപ്പോകും. നസ്ർ പരുന്തിന് പറയണതാണ്. ഇദാ ജാ നസ്റുല്ലാഹി എന്ന് ഓതിയാൽ അള്ളാൻ്റെ പരുന്ത് വിജയിച്ചു എന്നാണ്. ഇദാ ജാ നസ്റുല്ലാ എന്ന് ഓതിയാൽ എന്തായി? അള്ളാൻ്റെ വിജയം വന്നെത്തി എന്നാണ്. അപ്പോൾ അർത്ഥം മാറിപ്പോകും. ഒരക്ഷരം മാറിയാൽ മതി, ഒരു ഹർക്കത്ത് മാറിയാൽ മതി, എന്തു ചെയ്യും? വളരെ വലിയ ഗുരുതരമായ വീഴ്ച സംഭവിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകിയാൽ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അള്ളാഹു വിശുദ്ധ ഖുർആൻ പഠിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് വിശുദ്ധ ഖുർആനിൻ്റെ ആളുകളായി റബ്ബിനെ കണ്ടുമുട്ടാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഖുർആൻ കൊണ്ട് പരലോകത്ത് വിജയിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഒരുക്കിത്തന്ന ആളുകൾക്കും ഇതിനുവേണ്ടി അനുമതി തന്ന ആളുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും അള്ളാഹു അവർക്ക് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അല നബിയ്യിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.